നിങ്ങൾക്കറിയാമോ, ദൈവത്തിൽ നിന്ന് കൽപ്പനകൾ നേരിട്ട് പ്രാപിക്കാൻ ഭാഗ്യം ലഭിച്ച മോശയുടെ കൊച്ചുമകനായ യോനാഥാൻ ഒരു വിഗ്രഹത്തിന് പുരോഹിതനായിരുന്നു എന്ന്? ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിൽ ഒന്നായ ദാൻ ഇസ്രായേലിന്റെ വടക്ക് തങ്ങൾക്ക് വേണ്ടി ഒരു രാജ്യം സ്ഥാപിച്ചപ്പോൾ അവർ യഹോവ അവർക്ക് അനുവദിച്ച അവകാശത്തെ മാത്രമല്ല, യഹോവയെയും തള്ളിക്കളഞ്ഞു. അവർ സത്യദൈവത്തിനു പകരം മനുഷ്യന്റെ കൈപ്പണിയായ ഒരു വിഗ്രഹത്തെ തങ്ങൾക്ക് ദൈവമായി പ്രതിഷ്ഠിച്ചു. അവർ അതിനു പുരോഹിതനായി നിയമിച്ചത് മോശയുടെ കൊച്ചുമകനായ യോനാഥാനെയാണ്. ഇസ്രായേലിന്റെ പ്രവാസം വരെ യോനാഥാന്റെ തലമുറയും സ്വയനേട്ടത്തിനു വേണ്ടി അതേ വഴി പിന്തുടർന്ന് ദൈവത്തെ നിരസിച്ചു കളഞ്ഞു. ദൈവഭവനത്തിന് വിശ്വസ്തനായിരുന്ന മോശയുടെ തലമുറ പോലും സ്വന്തം നേട്ടത്തിനു വേണ്ടി സത്യദൈവത്തെ ത്യജിക്കുവാൻ മടിക്കാതിരുന്നത് നമുക്കൊരു മുന്നറിയിപ്പല്ലേ?